ധനകാര്യ വിദഗ്ധൻ ഡോക്ടർ നിർമ്മൽ എബ്രഹാം നമുക്കൊപ്പം ചേരുന്നു. നിർമ്മൽ, ആഗോള വിപണിയിലുള്ള ഉലച്ചിൽ അത് ട്രംപ് ചൈന ട്രേഡ് വാറിനുള്ള ഒരു തുടക്കമെന്നുള്ള തരത്തിലുള്ള സ്പെക്കുലേഷൻസ് ഒക്കെ നടക്കുന്നു. ഇത് തന്നെയാണോ ഇന്ത്യയിലും പ്രതിഫലിക്കുന്നത്? ഈ സ്വർണ്ണവില വർധനവ് ഇതുമായി ബന്ധപ്പെട്ടാണോ കണക്കാക്കേണ്ടത്? തീർച്ചയായിട്ടും ട്രേഡില് ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ആളുകൾ നോക്കുന്ന ഒരു സേഫ് ഓപ്ഷൻ ഗോൾഡ് ആണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കറിയാം കുത്തനെ ഇടിയുന്നു, അതിനുശേഷം കയറുന്നു, വീണ്ടും ഇടിയുന്നു. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ ടാരിഫ് കൊടുക്കാതിരുന്നിട്ട് പോലും അവിടെ ഇടിയുന്നു. അപ്പം ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് പലർക്കും ഒരു ഓപ്ഷൻ അല്ല. ഡോളർ വീക്കം ചെയ്യുന്നതുകൊണ്ട് കറൻസി ട്രേഡിംഗ് ഒരു ഓപ്ഷൻ അല്ല. ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയും കുറച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതും ഒരു സേഫ് ഓപ്ഷൻ അല്ല, വയബിൾ ഓപ്ഷൻ അല്ല. അപ്പം തീർച്ചയായിട്ടും ഏറ്റവും വയബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഗോൾഡ് ആണ്. അത് ഇൻഡിവിജ്വൽസിന് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതെ. കാരണം സെൻട്രൽ ബാങ്കുകൾ ഈ സമയത്ത് ശ്രദ്ധിച്ചറിയാം, ലോകത്തുള്ള എല്ലാ സെൻട്രൽ ബാങ്കുകളും തന്നെ അവരുടെ ഗോൾഡ് റിസർവ്സ് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡ് കയറുന്നതനുസരിച്ച് ഗോൾഡിന് വില കൂടും. മറ്റൊരു വാർത്തകൾ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ, ജർമ്മനി പറഞ്ഞത്, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ്സ് ഉള്ളത് ജർമ്മനിക്കാണ്. ഏകദേശം 3300 ടൺ. അവർ ആ ഗോൾഡ് റിസർവ്സ് ഞങ്ങൾ ഇനി US അത് എടുക്കാൻ പോവാണ്, ഞങ്ങളുടെ രാജ്യത്തോട്ട് റീപാട്രിയേറ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു വാർത്തയും വന്നു. സോ അതും ഈ ഗോൾഡിന്റെ പ്രൈസിനെ അല്ലെങ്കിൽ ഡിമാൻഡിനെ വർദ്ധിപ്പിക്കുന്നു, അതനുസരിച്ച് പ്രൈസ് കൂടുന്നു എന്നുള്ളൊരു സൂചനയാണ്. അപ്പം മറ്റു രാജ്യങ്ങൾ ഒരുപക്ഷെ ഇപ്പം ചൈന ഉൾപ്പെടെ, ചൈനയ്ക്ക് ഏകദേശം 2200 ടണ്ണ് ഗോൾഡ് റിസർവ്സ് ഉണ്ട്. ഫ്രാൻസ്, അപ്പൊ ഇവരൊക്കെ തന്നെ US യൂഷ്വലി ന്യൂയോർക്കിലും ലണ്ടനിലുമാണ് പല രാജ്യങ്ങളും അവരുടെ ഗോൾഡ് സൂക്ഷിക്കുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ റിസർവ്സ് പിൻവലിക്കാൻ തുടങ്ങി. അതും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല സൂചനയാണ്. വില ഉയരാനുള്ള സാധ്യതയുണ്ട്. നിർമ്മൽ, ഇതിപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവ സീസണാണ്. സ്വാഭാവികമായിട്ടും അത് ഇനിയും കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ വിഷു ആകുന്നു, അക്ഷയ തൃതീയ വരുന്നു. ആ സമയത്തൊക്കെ ഇതിലും സ്വർണ്ണവില ഉയരാൻ തന്നെ ആയിരിക്കുമോ സാധ്യത? തീർച്ചയായിട്ടും ഇത് തുടർന്ന് പോയി കഴിഞ്ഞു. ഇപ്പൊ നമ്മള് 2 ദിവസം കൊണ്ടല്ലേ, ഇപ്പൊ കഴിഞ്ഞ ആ ഒരു 10% ടാരിഫ് തുടങ്ങി 84 125 145 ഇങ്ങനെ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ലേലം വിളി പോലെ രണ്ട് രാജ്യങ്ങളും കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൺസർട്ടനിറ്റി നിലവിലുണ്ട്. അൺലെസ് ഇത് ട്രംപോ അല്ലെങ്കിൽ ഷീ ജിൻപിങ്ങോ ഇത് നിർത്തിവെക്കുകയാണ്, ഓക്കെ ഞാൻ ഇനിയിപ്പം വർദ്ധിപ്പിക്കുന്നില്ല, സർട്ടനിറ്റിയിലോട്ട് എത്തും. ഓക്കെ, ഒന്ന് ദയവായി ഹോൾഡ് ചെയ്യൂ ശ്രീ നിർമ്മൽ. ഇപ്പോൾ ഭീമ ജ്വല്ലേഴ്സിന്റെ ശ്രീ